നോമ്പ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെ പണി നടക്കുന്ന മലിശ്ശേരി പള്ളി കേട്ടോ. അതുകൊണ്ട് കൃത്യസമയത്ത് നിസ്കാരം നടക്കും. പള്ളിക്കുള്ള അൽജീരിയ സ്ലൈഡിങ് ഉണ്ടാകട്ടെ നമുക്ക് പണി കഴിഞ്ഞ് വന്നപ്പോൾ നോമ്പുറക്കുള്ള എല്ലാ റെഡിയാക്കുമ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കണം. താനില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഞാൻ മളഞ്ഞു തീർക്കണം. ബാങ്ക് വിളി കേട്ടാൽ ഉടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കൊള്ളണം. അങ്ങനെ ഫസ്റ്റ് ഹാഫിലെ തട്ടലും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിക്കൊക്കെ പോകട്ടോ മൈൽ ബിസ്കരിച്ചാൽ. ഈ മാസം മാത്രമേ ഈ വൈക്കിറങ്ങുള്ളൂ എന്ന് ചിലവരൊക്കെ പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലെ തട്ടലും കഴിഞ്ഞ് നമ്മൾ നേരെ തറാവി കട്ട് ചെയ്തിട്ട് ടർഫിൽ കളിക്കുന്ന പോലെ കാണാൻ പോകട്ടോ. ടർഫിൽ നിന്നിട്ട് നമ്മളെ സപ്പ് ഓഫീസിലെ വർക്കൊക്കെ ചെയ്യുന്നത്. ജീവൻ ചേട്ടാ, ഇത് ഞാനാ സേതുമണിയുടെ മകൻ ബാബു. ഞാനിവിടെ ബാറിലാട്ടോ ജോലി ചെയ്യുന്നേ. ചേട്ടൻ സുഖാണോ? നമ്മുടെ നാട് പോലെ അല്ല ഇവിടെ. ആലങ്കൂട്ടത്തുള്ള ചെക്കന്മാരെ മാച്ചിന് വിളിച്ചേക്കാണ്. നമ്മളൊക്കെ ഇവർക്കാണെങ്കിൽ ഇടക്കിടക്ക് പേരിന്ന് കോൾ വരുന്നുണ്ട്. വലണ്ടാവേണ്ട തിരക്കിടില്ല. അല്ലെങ്കിൽ പന്ത് പോയിനൊന്നും കണക്കുണ്ടാവില്ല. കളി സെറ്റാക്കണം. അംസട്ടെ ഈ മേലെ കൂടെ പോകണം. ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ പണിയൊക്കെ ലീവാക്കി വന്ന് കേട്ടോ താജു. കളി കോമഡിയാണെങ്കിൽ 3-2 ജയിച്ചിട്ട് നമ്മള് പെരക്കുവാണ്. കൗതുക ലേശം കൂടുതൽ. ഇന്നത്തെ നോക്കുമ്പോൾ ഇവൻ താജ് വാങ്ങിക്കൂട്ടിക്കണം. അങ്ങനെ അവൻ്റെ തുള്ളി വെള്ളം കുടിച്ചാൽ നമ്മൾ ഇനി പെരക്കുവാണ്. ബാക്കി നാളെ.